breaking through the eastern hills. Just you and me, while the earth stands still. Dashboard dreams of what could be in the great unknown. We have no map, we got no plans, just open road. Say you'll stay with me forever, say you'll be my only love. We can make it through whatever, say you'll be my only love. In these days, we've got the whole world at our feet. We'll take our time, yeah, we'll be who we wanna be. Under this sky, I'm so alive when you're with me. This open door, this empty page for the heart set free. Say you'll stay with me forever, say you'll be my only love. We can make it through whatever, say you'll be my only love. 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 I was in the fire when you called me. I wasn't the culprit in the mist when you caught me. I was setting fires when you saw me. I wasn't the culprit when you came back to haunt me. Who's to say I wouldn't love you? Who's to say I wouldn't trust you? Who's to say I wouldn't love you? Who's to say I wouldn't trust you? They say that wild hearts cannot be broken. Then tell me, why am I picking pieces off the floor?
for you when you called me. I wasn't the culprit in the mist when you caught me. I was setting fires when you saw me. I wasn't the culprit when you came back to haunt me. I wasn't for you when you caught me. I wasn't the culprit in the mist when you caught me. I was setting fires when you saw me. I wasn't the culprit when you came to fucking haunt me. മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേ ഇപ്പോഴെന്തോ ചെയ്യേണ്ടു നിനക്കേ നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്നായി നിറയും സന്നാ ഞാൻ എൻ്റെ കണ്ണുപടുന്നതിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. നിന്നെ കാക്കുന്നവന് മയങ്ങയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുമില്ല, ഉറങ്ങുമില്ല. യഹോവ നിന്റെ പരിപാലക, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യൻ രാത്രി ചന്ദ്രൻ നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഇന്ന് പകലിൽ സന്തോഷത്തോടെ നമുക്ക് ഈ ഭവനത്തിലേക്ക് ഇങ്ങനെ ഒത്തുചേരുവാനായിട്ട് ദൈവം ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ടും ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും കരേറ്റു. നാം ദൈവവചനത്തിൽ വായിക്കുന്ന എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം ഈ കുടുംബത്തിന് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി കരയറ്റാം. പ്രത്യേകിച്ച് മാറ്റിന് വേണ്ടി നാം സഭയായി, ബന്ധുക്കളായി, ചാർച്ചക്കാരായിട്ടൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സമയമായപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവഹിതപ്രകാരമുള്ള ഒരു വിവാഹത്തിൻ്റെ ആലോചന വരുവാനും അതിൻ്റെ വിവാഹ നിശ്ചയം എൻഗേജ്മെൻറ്റ് 6-ാം തീയതി നടക്കുവാനും കർത്താവ് കൃപ ചെയ്തു. ഇന്ന് പകലിൽ നാം ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ആ വിവാഹ ശുശ്രൂഷ നടക്കുന്നു. അതിനായിട്ട് നാം ആ പരിഷ്കാരത്തിലേക്ക് കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കുവാനും
അവിടെ നടക്കുന്ന വിവാഹ ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മാർക്കിന് വേണ്ടി പ്രാർത്ഥിക്കാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം അധികമായി പകർന്നു നൽകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രത്തോളം വൈദ്യുതിൻ്റെ ദൈവകൃപയിലും ഒക്കെ വളർത്തുവാൻ മാതാപിതാക്കളെയും കർത്താവ് സഹായിച്ചു. ഉപദേശത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിൻ്റെ സാക്ഷ്യം പഠിക്കാനൊക്കെ ആ നിലയിൽ പ്രിയ മകനെ പരിശീലിപ്പിക്കുവാൻ, വളർത്തുവാനൊക്കെ പ്രിയ മാതാപിതാക്കളെയും ദൈവം സഹായിച്ചു. പ്രിയപ്പെട്ടവരെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ സ്നേഹ ജോലിയിൽ അവർക്കും പ്രാർത്ഥനയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കർത്താവ് നൽകിയല്ലോ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബന്ധുക്കൾ, സാക്ഷ്യക്കാർ, സ്നേഹിതർ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം എത്രത്തോളം നമ്മെ സഹായിച്ചത് ഓർത്ത്, തുറന്നു നടക്കാൻ പോകുന്ന വിവാഹ ശുശ്രൂഷയെ ഓർത്ത് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്താൽ അനുമാനങ്ങളൊന്നും മറക്കരുത് എന്ന് തിരുവനന്തപുരം വായിക്കുന്നത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ എല്ലാ ഉപകാരങ്ങളും ദൈവമാണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങൾ പ്രിയ മാർഗ്ഗമായി ഈ രാവിലെ സമയം കർത്താവിന്റെ തൃപ്പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങയുടെ മകന്റെ ജനനം മുതൽ ഇതുവരെയും ദൈവത്തിന്റെ കൃപ കൂടെ നല്ല വിദ്യാഭ്യാസം നൽകി, നല്ല ജോലി നൽകി, അതിനേക്കാളും എല്ലാം ഉപരിയായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി സുവിശേഷത്തിന് ചുമൽ കൊടുക്കുവാൻ, ആത്മഭാരത്തോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം അങ്ങയുടെ മകന് കൊടുത്ത കാഴ്ചപ്പാടിനായി ആ നിലയിൽ പ്രിയ മകനെ വളർത്തിക്കൊണ്ടുവരുവാൻ, നല്ല മാതൃക കാണിച്ച് പ്രാർത്ഥിച്ച് ഇപ്രകാരം പൈതലിനെ വളർത്തുവാൻ മാതാപിതാക്കൾക്കും ദൈവം കൃപ കൊടുത്തതിനാൽ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഞങ്ങൾക്കൊന്നും പുകഴാനില്ല, ഞങ്ങൾക്കൊന്നും പ്രശംസിക്കാനില്ല. ഞങ്ങളാകുന്നത് അങ്ങയുടെ കൃപയാലാണ്. അങ്ങയുടെ മഹാകൃപയ്ക്കും ദയക്കുമായി ഞങ്ങൾ നന്ദിയോടെ കർത്താവേ ഞങ്ങൾ ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചതുപോലെ കർത്താവിന്റെ സമയമായപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം ഞങ്ങളുടെ മകന് വേണ്ടി ദൈവം കഴിഞ്ഞ ദിവസത്തെ എൻഗേജ്മെന്റ് ഒക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടത്തുവാൻ ദൈവം എന്നാ വിവാഹ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ പരീക്ഷ ഹാളിലേക്ക് കടന്നു പോകുന്നു. ദൈവത്തിന്റെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം. കർത്താവിന്റെ കരത്താൽ തന്നെ മക്കൾ യോജിപ്പിക്കപ്പെടുവാനുള്ള ശുശ്രൂഷയുടെ ആരംഭം മുതൽ ആശീർവാദം പറയുന്നതുവരെയും ദൈവത്തിന്റെ വലിയ കൃപയുടെ വ്യാപാരം ഉണ്ടാകണം. അവിടെ കടന്നു വരുന്ന ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ, കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ കർത്താവിലേക്ക് വന്നിട്ടില്ലാത്തവർ യേശുവിനെ കണ്ടെത്തുവാൻ ഒക്കെ മുഖാന്തരമാക്കി ദൈവം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസന്മാരെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടും. പ്രത്യേകിച്ച് പ്രധാന ശുശ്രൂഷ നിർവഹിക്കുന്ന ഞങ്ങളുടെ ദാസനെ ഞങ്ങളുടെ കാര്യങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത നിലയിൽ ആത്മനിറവിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അഭിഷേകം ചെയ്ത് നിർത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളാലും ലിനിയെയും ദൈവം നിറച്ചിരിക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമായി തീർത്തിരിക്കാതെ എല്ലാ മഹത്വവും അങ്ങേക്കത്തി യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവേ. Talk to God about you, and I ain't even met you yet. Everybody's waiting on you here. I can't wait to feel your heartbeat when I lay you on my chest. I'm already holding back my tears. I wanna be the dad that my dad
at you. When everything around me breaks, I look up and hear him say, "Love like your mama and forgive just like she does. And when this love knocks you down, I hope you get down on your knees, 'cause that's what I do. That's what I do when I pray for you. When I pray for you. When I pray for you. പ്രാഥമികമായ ദിവസങ്ങൾ നടക്കുവാനിടയായിരിക്കില്ല. കാലങ്ങളിലൂടെയെല്ലാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, എനിക്ക് ഇഷ്ടപ്പെട്ടതായ ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. ഈ ഭൂമിയുടെ തലത്തിൽ ഞങ്ങൾക്കൊരു പുതുക്കാലത്തോടെ അനുവാദം ദൈവം തന്നതിനായി ഞങ്ങൾ ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ആശ്രയിച്ച് തീരുമാനിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലും ഇരു സഭകളും വിവാഹത്തിന് വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കാനിടയായിരുന്നു. വിവാഹത്തിലാകുന്ന വത്സര സഭകളും നാട്ടിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വത്സര സഭകളും എനിക്കായി ഞങ്ങൾ ദിവസം സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടും വളരെ കൽവിയോടും കൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്ക് മക്കളുടെ പകൽക്കാലം അവരുടെ വിവാഹ ജീവിതത്തിന്റെ ആരംഭത്തിന് കർത്താവിന്റെ തുടക്കം കുറിക്കേണ്ടത് ആ ശുശ്രൂഷക്കാരുടെ മക്കൾ കടന്നു വന്നിരിക്കുന്നത് ഇന്ന് പകൽക്കാലം നടത്തുന്ന ശുശ്രൂഷകരായ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്ന ഞങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യനെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് ആ ദൈവത്തിന്റെ ദൃശ്യകാരമുണ്ട്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ കർത്താവ് സംയോജിപ്പിക്കുവാനിടയാകേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വെളിപ്പെടുത്താൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയപ്പെട്ടവരെ ദൈവം ബലപ്പെടുത്തുന്നു. ആരാധനയ്ക്കായി പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. പൊതു അറിവിലേക്കായിട്ട് ഞാൻ ഇവിടെ അറിയിക്കുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് ഓർമ്മിക്കും. പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്ക്, കുന്നന്താനം വില്ലേജിൽ ആഞ്ഞിലത്താനം മുറിയിൽ കുന്നന്താനം രഹബോത്ത് ശാരം ഫെലോഷിപ്പ് ചർച്ച് കൂട്ടായ്മയിലുള്ള പറക്കടവിൽ വീട്ടിൽ ശ്രീമാൻ മാത്യു PC-യുടെയും ശ്രീമതി ശൈലജ മാത്യുവിൻ്റെയും മകൻ മാർട്ടിൻ P. മാത്യു തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം താലൂക്കിൽ ആറ്റിപ്പുറ വില്ലേജിൽ വേളി മുറിയിൽ ശ്രീകാര്യം IPC ചർച്ച് കൂട്ടായ്മയിലുള്ള ജോലി കോട്ടയിൽ ശ്രീമാൻ രാജു പെരേരയുടെയും ശ്രീമതി ഷേർലി പെരേരയുടെയും മകൾ ലിനി R. പെരേരയും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2025 ആണ്ട് ജനുവരി മാസം 18-ാം തീയതി വായനക്കാട് സിഹിയോൻ മർത്തോമ പാനിൽ ഹാൾ വെച്ച് നടത്തുവാൻ ഈ ഭാഗത്തുമുള്ള വേണ്ടപ്പെട്ടവരും സഭാപ്രതിനിധികളും ചേർന്ന് 2025 ജനുവരി മാസം 6-ാം തീയതി വിവാഹ നിശ്ചയം നടത്തി തീരുമാനിച്ചിട്ടുള്ളതാവുക. ഈ വിവാഹം നടത്തി കൊടുക്കുന്നതിന് തടസ്സമായി ന്യായമായ എന്തെങ്കിലും കാരണങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലോ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലോ ആർക്കെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് രേഖാമൂലം അറിയിക്കുവാനുള്ള അവസാന സമയമാണ്. ഇല്ല എങ്കിൽ ഇന്നെന്ന പോലെ ഈ വിഷയത്തിൽ എല്ലാവരും എന്നും മൗനമായിരിക്കുകയും ഈ വിവാഹ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടിയും തുടർന്നുള്ള ഇവരുടെ കുടുംബജീവിതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ഓർമ്മിക്കുന്നു. എല്ലാവരുടെയും മൗനം സമ്മതമായി സ്വീകരിച്ചുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തി കൊടുക്കുവാൻ ഞങ്ങൾ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ വധുവരന്മാർ അവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്റ്റേജിൽ ഒരുക്കിയിരിക്കുന്ന ഈ ഇരിപ്പുകളുടെ മുമ്പിൽ അവർക്ക് നിൽക്കാവുന്നതാണ്. അവരും അവരുടെ പേരൻസും സഹോദരങ്ങളും സ്റ്റേജിലേക്ക് വരാവുന്നതാണ്.
അനുഷ്ഠിക്കുന്ന പാസ്റ്റർ KM കുര്യാക്കോസ് അവர்கள் മുമ്പോട്ട് കടന്നു വന്ന് 45-ാം സംഖ്യ. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാമസമർത്ഥനായ ലേഖകൻ എഴുത്തുപോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിശുദ്ധര്. യാവണ്യം നിന്റെ അതിരിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിക്കുന്നു. വീരനായ്മയിൽ നിന്റെ വാൾ അരിക്ക് കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കഥാർത്ഥനായി വാഹനമൊരു ഇടലുക. നിന്റെ ഫലമേ ഭയങ്കര കാര്യങ്ങളിൽ നിനക്ക് ഉപദേശം തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൾ നീതിയുടെ ചെമ്പലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദോഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരപരമായി നിന്നെ ആനന്ദത്തിലും കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മുഴുവൻ ചന്ദ്രവും ഗൗരവവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥം നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീ രത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് നീ ഓപരത്തിന്റെ പണിയെ നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചിരിച്ചയക്കാം. സ്വജനത്തെ നിന്റെ പുതുഭവനത്തെയും മറക്കാം. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സ്വർഗവാസികൾ ജലത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രത്തിൽ കശവുകൊണ്ടുള്ളത്. അവളുടെ ചിത്രത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജ്യത്ത് നീ കൊണ്ടുവരും. ഇവിടെ തൊഴിൽമാരായ കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ സന്നിധിയിൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിൽ നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ എൻ്റെ നാമത്തെ എല്ലാ തലമുറയിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. രണ്ട് കർത്തൃദാസന്മാർ ഇപ്പോൾ മുമ്പോട്ട് കടന്നു വന്ന് തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പാസ്റ്റർ ബാബു കെ ജോൺ, പാസ്റ്റർ PP തിരുത്ത് എന്നീ കർത്തൃദാസന്മാർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. പിതാവേ, പരിശുദ്ധ ദൈവമേ, അനുഗ്രഹിതമായിട്ടുള്ള നല്ല സമയത്തിനായ നന്ദിയോടെ സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനോട് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലങ്ങളുടെ ശുശ്രൂഷകളെയും ശ്രദ്ധയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഏതൻ തോട്ടത്തിൽ ആത്മഹവാദങ്ങളെ ഒന്നിച്ച് ചേർക്കുവാനായിട്ട് ഹോമിയായ ദൈവത്തിനെ ഇറങ്ങി വന്ന് അവരെ ഒന്നിച്ച് ചേർത്തതുപോലെ ഇന്നത്തെ വിവാഹവേദിയിൽ സർവശക്തനായ ദൈവത്തിന്റെ സാമീപ്യം ഇറങ്ങി വന്ന് ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ യോജിപ്പിക്കുന്നതിനായിട്ട് ഞങ്ങളോട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്നത്തെ വധുവരന്മാർക്കായ സ്തോത്രം. സ്വന്തമായി അനുഗ്രഹിക്കണമേ കർത്താവേ. നിങ്ങളുടെ എല്ലാ ശുശ്രൂഷകളും ദൈവസന്നിധിയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു. വചനധ്യാനത്തിനായ സ്തോത്രം. അത് ഏറ്റവും അനുഗ്രഹത്തിൽ കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കുവാനും ഈ വിവാഹത്തെ ആശീർവദിക്കാൻ കിടന്ന ദൈവദാസനായ സ്തോത്രം. ദൈവാത്മാവിനെ ശുശ്രൂഷകൾ ചെയ്യുവാൻ നമ്മുടെ സ്വന്തം സഹായിക്കട്ടെ. ആനോടുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തമായ സാമീപ്യം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഭവിച്ചറിയാനാകണം. വിശേഷാൽ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഓർക്കുന്നു. അവിടെ ഈ കുടുംബങ്ങൾക്കായി സ്തോത്രം, മാതാപിതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി സ്തോത്രം. ഇതെല്ലാം കർത്താവ് എല്ലാവർക്കും അനുഗ്രഹത്തിൽ കാരണമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആദ്യമുള്ള ദൈവ സാന്നിധ്യങ്ങളുടെ കൂടി ഇരിക്കുന്നവർക്ക് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കരുണയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹമേറിയ പകലിനായ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ഞങ്ങൾ മാറ്റുന്നതിന് വിവാഹത്തിനായി ഞങ്ങൾ കിടന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ മുതൽ ദൈവത്തിന്റെ സാന്നിധ്യങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഒരു ബാല്യകാലം, ഒരു വിദ്യാഭ്യാസം, അവരുടെ ആത്മീയ ഭൗതിക സകല മേഖലകളിലും ദൈവത്തെ പിടിച്ചു നടത്തി പ്രത്യുപദേശം വളർത്തുവാൻ ആത്മീയ അന്തരീക്ഷത്തിൽ വരുവാനിടയായി ഈ പകൽക്കാലം ഇവിടെ ഒരുമിപ്പിക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ആരാധിക്കുന്നതോട് ധന്യമായി തിരഞ്ഞെടുത്തതിനായി ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ പകൽക്കാലം നിൽക്കുന്ന എല്ലാ ശിശുക്കളുടെയും കഥാവാദനങ്ങളുടെ അതിന് ശ്രീദാസപരങ്ങളുടെ കർത്താവെ അവരെ യോജിപ്പിക്കുന്ന ദാസനെ കർത്താവ് അനുഗ്രഹിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു. താവേപോലെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇരു സഭകളെ കർത്താവ് അനുഗ്രഹിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു.
കടന്നു വന്നിരിക്കുന്നവരെ തവലിക്കാതെ ഇവിടെ നടക്കുന്ന വിവാഹ ശുശ്രൂഷ മുഖാന്തരമായി കർത്താവെ ചില കർത്താവിനെ അറിയുവാൻ പിന്നാടാം കർത്താവിന്റെ കല്യാണത്തിന് വേണ്ടി ഒരുക്കുവാൻ ചില ഒരുക്കുന്നതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ സകലമായ ശരീരം വരുന്നവർ ഈ കുഞ്ഞുങ്ങളുടെ പകരുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ശുശ്രൂഷകളിലെല്ലാം ദൈവസ്ഥാനത്ത് വരുന്നതിനായി ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. പ്രാർത്ഥനകളിൽ സ്വന്തം പകർത്തോ കഴിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. സ്വാഗതം പറയുവാനായിട്ട് അനീസ് മുമ്പോട്ട് കടന്നവരും ശ്രീജാന്റെ സഹോദരനാണ് അദ്ദേഹം. കർത്താവിന്റെ പേര് നന്ദിവിദാസനാണ്. അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. സ്വാഗതം. ദൈവത്തിൻ്റെ ധന്യത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാർട്ടിൻ്റെയും ലിനിമോളുടെയും വിഭാഗത്തോടനുബന്ധിച്ച് നമുക്ക് ഈ ഓഡിറ്റോറിയത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചതിനാൽ കർത്താവിൻ്റെ സകല മഹത്വം ഞാൻ അർപ്പിക്കുകയാണ്. ഇത് ദൈവത്താൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നവരുടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വിവാഹ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരുവാനിടയായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ അഭിഷിക്തന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രിയ കുഞ്ഞുങ്ങൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അതിൻ്റെ പിന്നിൽ ഉണ്ടാകണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഭൂമിയിൽ ഒരു കുടുംബം കൂടെ സംജാതമാകുമ്പോൾ അത് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി തീരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന ആ വാക്കുകളോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് എല്ലാവരെയും സ്വാഗതം പറയുക എന്നുള്ളതാണ്. പ്രാരംഭമായി ഷാരോൺ ഫെലോഷിപ്പ് കുന്നന്താനം രഹോബോത്ത് ചർച്ച് സഭയുടെ അനുഗ്രഹീതനായ ദൈവദാസനെ ഓർത്തെ കർത്താവിനെ സ്തുതിക്കുകയാണ്. സഭയുടെ പുനർത്തിൻ്റെ കർത്താവിന്റെ ദാസരക്ഷകമായ പ്രവർത്തനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഫലമായിട്ടാണ് ഇന്ന് ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം ഇവിടെ വെച്ച് ഈ വിരിച്ച് ഒരുക്കപ്പെട്ട പന്തലിൽ അല്ലെങ്കിൽ ഈ ഓഡിറ്റോറിയത്തിൽ നടത്തുവാനിടയായത്. അതേ കർത്താവിന്റെ ദാസന്റെ പ്രാർത്ഥന അതിൻ്റെ പിന്നിൽ വളരെ വലുതായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഇതിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ ചെറിയാൻ ആന്റണിയെ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് ഞാൻ ഹർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ക്രിസ്തുവിൽ അനുഗ്രഹീതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രേഷ്ഠനായ ദൈവദാസൻ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ക്രിസ്തുവിൽ ഞങ്ങളേറ്റവും സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ ജോൺസൺ കെ സാമുവലിനെ ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് ധാരാളമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ലിനിമോളുടെ സഭയിൽ ശ്രീകാര്യം IPC ചർച്ചിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസനെ ഓർത്തെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ലിനിമോളുടെ കുടുംബത്തിന് വേണ്ടി തൻ്റെ പ്രാർത്ഥന വലിയ അനുഗ്രഹമായിരുന്നുവെന്ന് ഈ സ്റ്റേജിലേക്ക് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഈ ഒരു വിഭാഗത്തിന് മൂലകാരണമാകുന്നതിനിടയായിട്ടുള്ളത് ഓർത്തെ കർത്താവിനെ സ്തുതിക്കുന്നു. ശ്രീകാര്യം ദൈവസഭയുടെ ശുശ്രൂഷകൻ സജീവൻ ജി ചെറിയാനെയും ഈ കർത്തവ്യ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ തിരുവല്ല ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് മിനിസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ കെ ഫിലിപ്പിനെയും ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് മുരിക്കാശ്ശേരി സെൻട്രൽ മിനിസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട കർത്തദാസൻ കുര്യൻ മാത്യുവിനെയും ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ വേദിയിൽ ക്ഷണിക്കപ്പെട്ട സദസ്സിലും ക്ഷണിക്കപ്പെട്ട അനേക ദൈവദാസന്മാരുണ്ട്.
അവരുടെ പേരുകൾ എടുത്തു പറയണമെന്നുണ്ടെങ്കിലും സമയക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ സ്തോത്രം ഞാൻ ആ ഭാഗം വിടുകയാണ്. അവർക്കും ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ലിലിമോളുടെ ഭവനത്തിലെ പ്രിയ പിതാവ്, മാതാവ്, പ്രിയ സഹോദരി, ഹസ്ബൻഡ്, പ്രിയ സഹോദരൻ, അവരുടെ ഫാമിലി, അവരുടെ മെമ്പേഴ്സ് എല്ലാവരെയും ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ഷാർജയിലെ ബ്രദർ സജി ജോസഫിന് ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മ്യൂസിക് ബ്രാൻഡ് അവർക്കും ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കടന്നു വന്നിരിക്കുന്ന ക്ഷണം സ്വീകരിച്ച ഞങ്ങളുടെ ബന്ധുക്കൾ, ചാർച്ചക്കാർ, ദേശനിവാസികൾ, സഭയ കുടുംബങ്ങൾ, ദൈവദാസന്മാർ എല്ലാവർക്കും ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വിവാഹ ശുശ്രൂഷയുടെ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മാർട്ടിനും ലിനിമോൾക്കും ഈ വിവാഹ ശുശ്രൂഷയുടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വിവാഹ ശുശ്രൂഷയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ ബന്ധുക്കൾ, ചർച്ചക്കാർ, ദേശനിവാസി, സഭയ കുടുംബങ്ങൾ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ നന്നായിട്ട് ശുശ്രൂഷ നിർവഹിച്ച പ്രിയ നിരുപാസനോ സ്വാഗതം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കേണ്ടതുപോലെ സ്വാഗതം ആശംസിച്ചതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് വീണ്ടും കിടക്കുന്നില്ല, സമയം പോകുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ സ്നേഹമാണ്. ഞാൻ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് മാർട്ടിൻ്റെ പാസ്റ്റർ എന്നുള്ള നിലയിൽ ഇവിടെ നിന്ന് മാർട്ടിനെ പരിചയപ്പെടുത്തുവാനായിട്ട് ഇവിടെ നിൽക്കുന്നു. മാർട്ടിൻ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, ദുബൈയിൽ ഞാൻ ജോലി ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കും എഞ്ചിനീയർ ആയതുകൊണ്ടായിരിക്കും പാസ്റ്റർക്ക് അഭിമാനമാണ്. ഒരിക്കലുമല്ല. എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് പറഞ്ഞ കാരണം മാർട്ടിൻ ദൈവത്തിന് വേണ്ടി വളരെ ശക്തിയോടെ ഉപയോഗിക്കപ്പെടുന്ന ഒരു മകനാണ്. അതാണ് എൻ്റെ അഭിമാനം, സന്തോഷം. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചർച്ചിൻ്റെ പരസ്യവും ഉണ്ടായിരുന്നു. അഞ്ചാറ് സ്ഥലത്തേക്ക് പരസ്യവും നടത്തി. അതിനകത്ത് മിക്ക സ്ഥലത്തേക്കും മാർട്ടിനാണ് നന്നായിട്ട് പരസ്യത്തിൽ പ്രസംഗിച്ചത്. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഞാൻ മാർട്ടിനോട് നേരത്തെ പറഞ്ഞു ചർച്ചയിൽ പ്രസംഗിക്കണം, ഞാനിത് പ്രസംഗിക്കില്ല. 3/4 മണിക്കൂർ നന്നായിട്ട് ദൈവത്തിൻ്റെ വചനം മാർട്ടിൻ പ്രസംഗിച്ചു. ഇപ്പോഴല്ല, വർഷങ്ങളായി. ഞാൻ ഈ സഭയിൽ ചാടിയിരിക്കുന്നതിന് മുമ്പ് അവിടെ ദൈവങ്ങൾ പറഞ്ഞു. യൂത്ത് മീറ്റിങ്ങിന് ഒക്കെ വളരെ ആക്റ്റീവാണ്. അതുപോലെ തന്നെ പരസ്യവും സഭയുടെ മീറ്റിങ്ങിൽ ഈ മാർട്ടിനൊക്കെ ദൈവങ്ങൾ ശുശ്രൂഷിക്കുന്ന പോലെ വചനം ശുശ്രൂഷിക്കണമെങ്കിൽ അത് ശരിക്കും വചനം വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ആ നിലയിൽ ആഴത്തിൽ ദൈവോധന ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞത് അത്രമാത്രം ആഴത്തിൽ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും. അതായത് ദുബൈയിൽ എന്നോട് പറഞ്ഞ ഭാഷകളെ ഞങ്ങൾ സമയം കണ്ടെത്തി ക്യാമ്പുകളിൽ, ഇവിടെ ഒരുപാട് ക്യാമ്പുകളിൽ വേദന അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്. സഭയായിട്ട് ഞങ്ങൾ അവിടെ പോയി സുവിശേഷം അറിയിക്കും. എൻ്റെ പ്രധാന ഉദ്ദേശം അതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാർട്ടിനെ ഈ സദസ്സിന് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷമുള്ളത്. സ്തോത്രം. എഞ്ചിനീയർ, ഡോക്ടർ എന്നൊക്കെ നമുക്കുള്ളത് നല്ലതാണെങ്കിലും അതിനേക്കാട്ടിലും എല്ലാം ഉപരിയായി നമുക്ക് സന്തോഷവും നമ്മുടെ തലമുറകൾക്ക് അഭിമാനവും ഉണ്ടാകേണ്ടത് അവർ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു എന്നുള്ളതിലാണ്. കഴിഞ്ഞ ദിവസം സംഭവം ഞാൻ അറിഞ്ഞു. ഭാര്യയും ഭർത്താവും ഡോക്ടറാണ്, ഭാര്യ ഗർഭിണിയാണ്. സാമ്പത്തിക വിഷയത്തിൽ ഭാര്യ വിവരമാണ്. ഗർഭിണിയായിരിക്കുന്ന ആ ഭാര്യയെ തൊഴിച്ചു താഴെയാണ്. രണ്ടുപേരും ഡോക്ടർമാർ. ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യന്റെ ഡിഗ്രിയോ ഡോക്ടറേറ്റോ എഞ്ചിനീയറിംഗ് ബിരുദമൊക്കെ നല്ലതാണ്, സമൂഹത്തിന് പ്രയോജനമാണ്. എന്നാൽ അതൊക്കെ ഫലകരമായി തീരണമെങ്കിൽ അവൻ ദൈവത്തെ അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞത് മാർട്ടിന് ഇങ്ങനെയൊക്കെ ഒരു ആത്മീയ നിലവാരത്തിലേക്ക് വരാൻ കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ. പരസ്യമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലെന്ന്
ഇപ്പോൾ ഇവിടെ ടീമായിട്ട് പ്രവർത്തിക്കുന്ന ടീമിൽ പോയി പ്രവർത്തിക്കുന്ന പരിശോധന പോകുന്ന കുറച്ച് ദേവദാസന്മാരുടെ കടന്നു വന്നിട്ടുണ്ട്. മിക്കവാറും ആഴ്ചകളിൽ പരിശോധന, ഞങ്ങളുടെ സഭയിൽ പരിശോധന, പാട്ടുപാടാൻ, സാക്ഷ്യം പറയാൻ എല്ലാം വളരെ നിർബന്ധിയാണ്. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ ഒരു മാതൃക, ദൈവഭയത്തിൽ കുഞ്ഞുങ്ങൾ വളരണം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുള്ള പിതാവിന്റെ ആഗ്രഹം, ആ നല്ല മാതൃക, ആ പിതാവിന്റെ മാതൃകയിൽ നിന്നും കണ്ടുപഠിച്ചതാണ് പ്രിയ മാർട്ടിന്റെ ഈ ആത്മീയ വീക്ഷണം. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഏറ്റവും അധികം സന്തോഷം ഉണ്ടാകേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ ലോകപ്രകാരം വലിയൊരു നിലയിലായി എന്നുള്ളത് സന്തോഷിക്കുകയാണ്. എന്നാൽ അതിന് ഒരു ഡിഗ്രി കൂടെ കൂടുതൽ അവർ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു. ഏത് രാജ്യത്ത് പോയാലും അവർ ദൈവത്തിന് പ്രയോജനമുള്ളവരായി ദൈവത്തിന് പ്രയോജനപ്പെടുന്നു എന്നുള്ളതിൽ മാതാപിതാക്കളെ നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞാൽ അവർ ഒരിടത്തും പരാജയപ്പെടത്തില്ല. വ്യക്തിപരമായ ജീവിതവും അവരുടെ കുടുംബ ജീവിതവും ഒന്നും പരാജയപ്പെടുത്തില്ല. കാരണം ദൈവത്തോട് കൂടെ നടക്കുന്നവരുടെ കരത്തിന് ദൈവം പിടിച്ചിട്ടുണ്ട്. ഒരിക്കലും വീഴാൻ സമ്മതിക്കുന്നു. അപ്പൊ സൈതാനിക്കാൻ ഞാൻ പറഞ്ഞതാണ്, ഈ കാലഘട്ടത്തിലൊക്കെ തലമുറകൾ നമുക്കറിയാം. ഇന്നത്തെ ഒരാളോട് പറഞ്ഞ് മാസ്റ്റർ പേടിയാണ് വിവാഹം ആലോചിക്കുകയാണ്. കാരണം അത്രമാത്രം അപകടമാണ്. പണ്ട് കൊച്ചുകൊണ്ട് പറഞ്ഞ അച്ഛനോട് നാളെ എന്റെ വിവാഹം പപ്പ വരണം. കാരണം പപ്പ എഴുതിയിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പിള്ളേർ ദൈവം വേണ്ട, ദൈവവചനം വേണ്ട, ദൈവദാസന്മാർ വേണ്ട, അവർക്ക് ബോധിച്ചതുപോലെ മാതാപിതാക്കളെ വിട്ട് അവർക്ക് ബോധിച്ചതുപോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം. പണ്ട് പിതാവ് പറഞ്ഞു, ഞാൻ പിതാവിന്റെ സ്നേഹിതൻ മക്കളെ പറ്റി അവർ തമ്മിൽ പിതാക്കന്മാരെ തമ്മിൽ കണ്ടപ്പോൾ മക്കളൊക്കെ എവിടത്തിലെയായി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെ ഞാൻ മക്കളെ ഒക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് 4 പേരെയും 4 വഴിയിലാക്കി. ഇപ്പൊ അവര് 4 പേരെയും കൂടി എന്നെ വഴിയിലാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മക്കളെ, മാതാപിതാക്കളെ വഴിയിൽ ഉപേക്ഷിക്കുന്ന, ഓറേജ് ഹോമുകൾ ഉപേക്ഷിക്കുന്ന, സൗകര്യവും സമ്പത്തും വർദ്ധിച്ചപ്പോൾ അവരെ ഉപേക്ഷിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് കാര്യങ്ങളായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ അവരെ മാത്രം ഇങ്ങനെ പൊക്കി പറഞ്ഞു നിങ്ങൾ ചിന്തിക്കുന്നത്, എന്റെയും എനിക്ക് പിന്നിലുള്ള ദേവദാസന്മാരുടെയും സഭയുടെയും അവരോ സാക്ഷ്യമാണ് ഞാൻ. പ്രിയ മകനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ നിലയിൽ അവരെ വളർത്തിയെടുക്കാൻ പ്രവർത്തിച്ച, പ്രാർത്ഥിച്ച, അതിനുവേണ്ടി പ്രത്യോപദേശം കൊടുത്ത പ്രിയ മാതാപിതാക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു നിമിഷം നിങ്ങളോട് എഴുന്നേറ്റിരുന്ന സൈജാനി സ്നേഹ മാറ്റങ്ങൾ പെങ്ങളാണുള്ള BSc നേഴ്സാണ്. ജോയൽ, സ്നേഹയുടെ ഹസ്ബൻഡ് ജോയൽ പുറത്തോട്ട് പോയി. ജോയലുണ്ട്. ഈ പ്രിയപ്പെട്ടവർ അഭിനന്ദനം അർഹിക്കുന്നു. ഇപ്രകാരം പല മാതാപിതാക്കളും ആഗ്രഹിച്ചിട്ട് ഇങ്ങനെയൊരു വേദി തന്റെ കുഞ്ഞുങ്ങളെ ഇരുത്തി ദൈവത്തിന്റെയും ദൈവസാന്നിധ്യത്തിന്റെയും മധ്യത്തിൽ വിവാഹ ശുശ്രൂഷ നടത്താൻ നോക്കിയിട്ടും അവർക്ക് കഴിയാൻ പോയ കാര്യമാണ്. എന്നാൽ ദൈവം അവർക്ക് ആ ഭാഗ്യം കൊടുത്തതുകൊണ്ട് നമുക്ക് കരങ്ങളെ അടിച്ച് അവർക്കൊരു പ്രിയപ്പെട്ടതായിരിക്കട്ടെ. ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ ലിനി ഇപ്പോൾ ഓർക്കുകയാണ്, പാസ്റ്ററുകൾ എന്നെ കുറിച്ച് ഒന്നും പറയാനില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്ററുണ്ട്, ഞാൻ വളരെ സ്നേഹിക്കുന്ന, മറ്റു പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാസ്റ്ററാണ് ശ്രീകാര്യ IPC സജിച്ചറിയാൻ പാസ്റ്റർ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വിവാഹം സഹിച്ചാലൊക്കെ ഫോണിൽ കൂടെയാണ് ആദ്യം ബന്ധപ്പെട്ടത്. എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രീകാര്യ IPCയിലാണ് ഈ കുടുംബം കൂടുന്നത് ചില വർഷങ്ങളായി. ഇവർ ഈ അന്യോന്യ ഫോൺ സംഭാഷണം കഴിഞ്ഞിട്ടാണ് ഇവരറിയുന്നത് സൈജാന്റെ അളിയ അനിൽപ്രദർ, അതായത് മാർട്ടിന്റെ മകന്റെ ആങ്ങള പ്രദർ ആ സഭയിലെ 26 വർഷമായിട്ട് വിശ്വാസം മാർട്ടിന്റെ അമ്മാച്ചൻ. അപ്പം സൈജാൻ അതിനോട് ചോദിച്ചു, നിങ്ങളുടെ ഒരു സഭയിലാണല്ലോ വർഷങ്ങളായിട്ട് ഒന്നിച്ചു കൂടുന്നത്, ഇങ്ങനൊരു വിവാഹാലോചന വന്നിട്ടുണ്ടെന്ന് അനിൽപ്രദരോട് പറഞ്ഞപ്പോഴാണ് അവരറിയുന്നത്. ഉടനെ അവര് അനിൽപ്രദർ പറഞ്ഞെന്ന് പറഞ്ഞ് ഒന്നും അന്വേഷിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം ഉണ്ട്. ഈ കാലഘട്ടങ്ങളിൽ കൂലങ്കഷമായി നമുക്ക് അന്വേഷിച്ചാൽ പോലും അപകടം നേരിടുന്ന ഒരു സാഹചര്യമാണ്.
എന്നാൽ ദീർഘവർഷങ്ങളായി ലിനിമോളെയും കുടുംബത്തെയും അറിയാവുന്ന ആ പ്രിയപ്പെട്ടവർ പറഞ്ഞത് ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. ഈ കുഞ്ഞുങ്ങൾ എട്ട് കുഞ്ഞുങ്ങളാണ്. ലിന്നു വിവാഹം കഴിഞ്ഞ് 13-ാം തീയതിയായിരുന്നു. റിച്ചാർഡ് ഹസ്ബൻഡ് ഇവിടെ വന്നിട്ടുണ്ട്. പ്രിയ ജനുവനെ സംബന്ധിച്ചിടത്തോളം കാത്തിരാവിന്റെ കോഴ്സാണ്. ഒരു 2 പേര് 2 ആയതുകൊണ്ട് ഇനി ഒരാളെ ഒന്ന് പഠിപ്പിച്ചു, വേറെ മറ്റൊന്ന് പഠിപ്പിച്ചു എന്നുള്ളൊരു പരാതി നമുക്ക് ഉണ്ടാകുന്നത്. നമുക്ക് 4 വർഷത്തെ കോഴ്സ് നന്നായിട്ട് പ്രിയ രാജു എന്നത് ഒരു നന്നായി പഠിപ്പിച്ചു. വളരെ ദൈവഭക്തി, യൂത്ത് മീറ്റിങ്ങുകളൊക്കെ വളരെ ആക്റ്റീവായിട്ട് ദൈവത്തിന് വേണ്ടി മാർക്കിനെ പോലെ തന്നെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു കുഞ്ഞാണ്. വളരെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആത്മീയ കാഴ്ചപ്പാടോടെ അവരെ വളർത്തിയ പ്രിയ മാതാപിതാക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന ഒരു നിമിഷം നിങ്ങളോട് ദൈവത്തിൽ എഴുന്നേറ്റ് വന്നിരിക്കാമോ? പിന്നീട് പിതാവ് രാജു പെരേര മാതാവ് നിങ്ങളോട് എഴുന്നേറ്റു. ഷേർലിയാർ പെരേരയാണ് നിൽക്കുന്നത്. അടുത്ത ഏക ബ്രദർ ലിയോ ലിൻ പിച്ചാൽ. ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, കരങ്ങളെ കാണിക്കാം. ഈ വല്ലാത്ത കാലഘട്ടത്തിൽ ദൈവകൃപയിലും മധ്യപ്രദേശത്തും വളർത്തി ദൈവദാസന്മാരുടെ ദൈവസാന്നിധ്യത്തിലും ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം നടത്തിക്കൊടുക്കുവാൻ പ്രിയപ്പെട്ടവർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ അവരെ സമർപ്പണത്തോടെ നീങ്ങുകയും ചെയ്തു. ദൈവം അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രേസ് ഇരുന്നാട്ട് സമയം മുമ്പോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവനാമത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുന്ന ഈ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിലും ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മനുഷ്യനാണ്. കാരണം മനുഷ്യനാണ് വിചാരവും വിവേകവും വികാരവുമുള്ളത്. ദൈവം ഏറ്റവും അധികം സ്നേഹിക്കുന്നത് മനുഷ്യനെയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത്. നന്നല്ല, മനുഷ്യന്റെ സന്തോഷം, മനുഷ്യന്റെ സമാധാനം, നല്ല കുടുംബം മനുഷ്യനുണ്ടാകണം, നല്ല ജീവിതം മനുഷ്യന് വേണം, നല്ല തലമുറകൾ മനുഷ്യന് വേണം. മനുഷ്യൻ ഒരിക്കലും അസമാധാനത്തിലും അസന്തോഷത്തിലും അസംതൃപ്തിയിലും ഒരു കുടുംബം പോലും ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവം അത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാനതിന് തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ കർത്താവിന്റെ ആലോചനപ്രകാരം തന്നെ ഈ കുഞ്ഞുങ്ങളോട് നിയോഗിക്കപ്പെടുകയാണ്. ദൈവം അവരുടെ കുടുംബജീവിതത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. Grace of the precious name of the Lord and Savior Jesus Christ. It's been a great and amazing moment for my brother, and it's going to be the life to be here. And I'm going to sing a song, and I want to bless you with a song which talks about no matter whatever storm or whatever happens in your life, keep this attitude of praise and worship and prayer. Amen? Yeah. Raise me again.
മാർട്ടിൻ്റെ മദറിൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകനാണ്. ഇവിടെ പ്രാർത്ഥിച്ച പാസ്റ്ററുടെ മകനാണ്. 42 വർഷമായിട്ട് നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യുന്ന കുടുംബമാണ്. നിഗീകര ഗാനം ആലോചിക്കാൻ പ്രിയമായ ദൈവം സഹായിച്ചു. കരങ്ങളെ അടിച്ച് നമുക്ക് കർത്താവ് ബെനീസിനെ വീണ്ടും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് മെസ്സേജിനുള്ള സമയമാണ്. ദൈവവചന ശുശ്രൂഷ തുടർന്ന് നടക്കും. പ്രാരംഭമായിട്ട് ലിനിയുടെ പാസ്റ്റർ സ്വീകാര്യം IPC സഭയുടെ പാസ്റ്ററായിരിക്കുന്ന ഡോക്ടർ സജിമോൻ ബി ചെറിയാൻ പ്രാരംഭമായിട്ട് ദൈവവചനം ശുശ്രൂഷിക്കും. അതേ തുടർന്ന് പഴമ്പള്ളി ശാരദ ഫെലോഷിപ്പ് ചർച്ചിന്റെ പാസ്റ്റർ, അപ്പോൾ തന്നെ ശാരദ ഫെലോഷിപ്പ് ചർച്ച് മുരിക്കാശ്ശേരി സംഘടന നേതൃത്വമായിരിക്കുന്ന പാസ്റ്റർ കുര്യൻ മാത്യു അവർ തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാം. കർത്തൃദാസന്മാരെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ആദരവോടെ ക്ഷണിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമമാകട്ടെ. സ്വാഗത പ്രഭാഷകൻ വേദിയിലുള്ള കർത്താവദാസന്മാരെ ഭംഗിയായി കൊണ്ട് ഞാനിതിൽ മുഴുവനില്ല. എന്നാലും ഗുരുത്വം ഒരു പ്രശ്നമായതുകൊണ്ട് ജോസഫാനെ പ്രത്യേകിച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഇന്ന് വിവാഹിതരാകുന്ന പ്രിയ ഇതുപോലെ മാറ്റിനെ സ്തുതിക്കുന്നു. മാറ്റിനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് പാസ്റ്റർ ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞു. പ്രിയ രാജു പെരേര ഷെയർ സിസ്റ്റർ ദൈവപ്രധാനമായിട്ട് നൽകിയ 3 കുഞ്ഞുങ്ങൾ. മൂത്തയാളാണ് ലിയോ, UK ജോലി ചെയ്യുന്നു. പിന്നീട് 2 ഇരട്ട ഭാഗ്യങ്ങളാണ് ദൈവങ്ങൾക്ക് നൽകിയത്. 2 മിനിറ്റിൻ്റെ മൂത്തയാൾ പ്രിയ ലിനയാണ്. തൊട്ടുപുറകെ ലിനും വന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പഠനം തൊഴിലിടങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ഒരു തുല്യതയിലാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ നിശ്ചയവും ഒരുമിച്ചാണ് നടന്നത്. എന്നാൽ എല്ലാ ആൾക്കും പരിഗണന ലഭിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച ലിനിന്റെ വിവാഹം മംഗളകരമായിട്ട് നടന്നു. റിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ഒരു പുതിയ അംഗമാണ്. അവരെ അവിടുത്തെ കർത്താവിനെ സ്തുതിക്കുക. പ്രിയ മോള് പഠനം കഴിഞ്ഞപ്പോൾ ഹൈദരാബാദിലെ ജോലിയുടെ ബന്ധത്തിലായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആളുമാണ്. വളരെ പ്രാർത്ഥിക്കുന്ന മികച്ചടക്കമുള്ള ഒരു കുടുംബമാണ് പ്രിയ രാജാവിൻ്റേത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രിയ സൈജാന്റെ കുടുംബത്തിന് ഒരനുഗ്രഹമായിരിക്കും. വേദിയിലൊക്കെയുള്ള ആളുകളെ സദസ്സുകളൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്തു. ഞങ്ങളുടെ പ്രിയപ്പെട്ട പരിസരവചാരം അമ്മാമെ ഒഴിക്കുന്നത് കണ്ടപ്പോഴത്തിൽ സന്തോഷം. വളരെ ഉദ്ദേശത്തോടുകൂടെ ഷാർജയിൽ ദുബൈയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന വിദ്യാഭ്യാസമാണ്. ഞങ്ങളുടെ ഷാർജ IPC സഭയുടെ ദീർഘകാലത്തെ അംഗവും IPC ജനറൽ കോഴ്സ് അംഗമൊക്കെയാണ്. നാട്ടിലെ ഷാർജയിലൂടെയാണെങ്കിൽ ദൈവാനുഗ്രഹിക്കുന്ന സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനധികം വാക്കുകൾ പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ദാസന്മാരെ നല്ല ശുശ്രൂഷിച്ചുകൊണ്ട് കല്യാണം നടത്തുന്നു. എങ്കിലും വാക്കുകൾ പറയാതിരിക്കാൻ വയ്യ. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് മനുഷ്യന്മാർ വന്ന് വിവാഹ സംബന്ധിയായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കർത്താവ് നൽകുന്ന മറുപടി ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു എന്ന. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഏതൻ തോട്ടത്തിലെ ആദ്യ വിവാഹമാണ്. സൃഷ്ടിച്ചവൻ അവരെയാണ്. അങ്ങനെയാണ് വിവാഹത്തിന്റെ ബേസിക് റൂൾ എന്ന് പറയുന്നത്. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ആവണ വിവാഹമുണ്ട്. ഇന്ന് ആഘോഷിക്കപ്പെടുന്ന ഗേ ലെസ്ബിയൻ റിലേഷൻഷിപ്പുകൾക്കെല്ലാം ബൈബിൾ നൽകുന്ന നിശ്ചിതമായ ശാസന അത് ദൈവിക ന്യായവിധിക്കുള്ള അനുസരണക്കേടുകൾ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ വിവാഹം തീർച്ചയായിട്ടും പുരുഷനും സ്ത്രീയും തമ്മിലാണ്. സഭ നൽകുമ്പോൾ അത് വിശ്വാസികൾ തമ്മിലാണ്. അല്ലേ? ഇടയിലപ്പിണ കൂടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ നിയമങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ പാലിക്കപ്പെടുന്നുണ്ട്. മറ്റൊന്ന് നമുക്കറിയാം, ദൈവം കൊണ്ടുവന്ന് ഹൗവയെ ആദാമിന്റെ മുന്നിൽ നിർത്തുമ്പോൾ ആദാം പറയുന്നതിന് അതൊരു വെളിപ്പാടാണ്. വെളിപ്പാടാണ്. നീ എൻ്റെ അസ്ഥിയിൽ നിന്ന്, അസ്ഥി മാംസത്തിൽ നിന്ന്
എന്റേതാണ്. കല്യാണത്തിന്റെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു ഗൗരവമുള്ള പാഠം മാറ്റത്തെ മോളെ ഉണ്ടാവേണ്ടത്. മാറ്റം ഉണ്ടാവാൻ ഇവൾ എന്റേതാണ്. ഷീസ് മൈ. മോളുടെ മനസ്സിലുണ്ടാവേണ്ടത് ഇദ്ദേഹം എന്റേതാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഒരുക്കില്ല എൻ്റെ ജീവിതം പങ്കിടാനായിട്ട് ദൈവം നൽകിയ ഒരു പങ്കാളി എന്നുള്ള ആ ഒരു ബോധ്യതയിൽ വേണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊടുക്കാനായിട്ട്. പിന്നെ വഴി പറഞ്ഞെങ്ങനെയാണല്ലോ, മനുഷ്യൻ അപ്പനെ അമ്മയും എന്ത് ചെയ്യും? ഭാര്യയോട് വിട്ടുപിരിയുക, കൂടി ചേരുക. ശരിക്കും കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു ബിക്കം വേണമെന്നുള്ളത് ഒരു ബിക്കമിങ് ബിക്കമിങ് ഒന്നായി തീരുക എന്നുള്ള ഒരു മനോഹരമായ ഉദ്ദേശത്തോടുകൂടെയാണ് ദൈവം നിങ്ങളെ സംയോജിപ്പിക്കുന്നത്. ഒന്നായി തീരുക. കൈ പിടിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്നാക്കും. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ ജോസഫ് ഈ ശുശ്രൂഷകളൊക്കെ നിർവഹിക്കുമ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അദൃശ്യനായ ദൈവം തന്നെ ഇറങ്ങി വന്നു നിങ്ങളെ തമ്മിൽ ഒന്നാക്കും. അതുകൊണ്ട് രണ്ടുപേരും മാത്രമുള്ള ബന്ധമല്ല, ദമ്പതികൾ സ്നേഹസ്വരൂപനായ ദൈവത്തിലാണ് ചെയ്യുന്നത് ഒന്നാകുന്നത്. അതുകൊണ്ട് തന്നെ വിപ്പിടിച്ചതിന്റെ വേഗത്തിൽ അറ്റുപോകുന്നില്ല. ഇനി ആ ഒന്നാക്കപ്പെട്ടവര് ഒന്നായി ചേരണം. അതൊരു ലൈഫ് ലോങ് പ്രോസസ് ആണ് കേട്ടോ. അതൊരു ദിവസം ഒന്നും തീരുകയല്ല. പരസ്പരം രണ്ട് വ്യക്തിത്വങ്ങളാണ്. ആ വ്യക്തിത്വങ്ങളെ നിലനിർത്തിക്കൊണ്ട് അതൊന്നും ഭംഗിമാക്കായിട്ട് പറയും നദികളെല്ലാം ഒഴുകി കടലിൽ ചേരുന്നത് പോലെ അങ്ങ് ചേരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഒഴുകിയത് ഇവിടെ അങ്ങോട്ട് ഒഴുകുമ്പോൾ ഇവിടെ വന്ന് അങ്ങനെയൊന്നും ആവില്ല കേട്ടോ. അത്ര കണ്ട് എളുപ്പമൊന്നുമല്ല. ശരിക്കും മാറ്റിന്റെ വ്യക്തിത്വത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആദരവോടുകൂടെ ലില്ലി നോക്കി കാണുകയും ദൈവം മാറ്റിനെ കുറിച്ച് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൽ മാറ്റം എത്തിച്ചേരുന്നതിന് പ്രോത്സാഹനം നൽകിക്കൊണ്ട് കൂടെ നിൽക്കണം. അതാണ് ഒന്നാമത്തെ. അല്ലാതെ ഫ്യൂസ്ഡ് ആവുന്നില്ല കേട്ടോ. അല്പം മനഃശാസ്ത്രമായിട്ടൊക്കെ പറയുമ്പോൾ രണ്ട് വ്യക്തിത്വങ്ങൾ അതിന് ഫ്യൂസ്ഡ് ആവുകയല്ല. അത് പാടില്ല. ഫ്യൂസ് ആവാൻ വേണ്ടിയല്ല. ഫ്യൂസ്ഡ് ആയി പോയാൽ ഫ്യൂസ്ഡ് ആയി പോകും. അങ്ങനല്ല കേട്ടോ. രണ്ടുപേരും അവരെ വിളിച്ചിരിക്കുന്ന ലില്ലിയുടെ ആ മഹത്വത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലില്ലിയുടെ മിഷനാണ് ആ ക്രിസ്തുവിലുള്ള മാർച്ചിന്റെ വളർച്ചയിൽ കൂടെ നിന്ന് സഹായിച്ച് പ്രോത്സാഹിപ്പിച്ച് തന്നെ കുറിച്ച് ദൈവിക നന്മകൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. അതുപോലെ തന്നെ മാറ്റിനെ അല്പം തുറന്ന മനസ്സോടുകൂടെ ഞങ്ങളുടെ പങ്കുവച്ചിന്റെയും ജീവിതത്തിൽ ദൈവങ്ങളെ കുറിച്ച് എന്താണോ ഉദ്ദേശിക്കുന്നത് അവിടെ എത്തിച്ചേരണം. ഞാൻ കോട്ടയക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സൈജാന്റെ കുടുംബാടൊക്കെ എല്ലാത്തിനും അടുപ്പമുണ്ട്. ആദ്യമായിട്ട് ദീർഘവർഷങ്ങളായിട്ട് ഞങ്ങളുടെ സ്വീകാര്യ സമാഗമാണ്. അമ്മാശൻ അതുപോലെ ഉച്ചമോനെ ഞാൻ ഓർക്കുന്നുണ്ട്. കുടുംബവിധിയുണ്ട്. ഭാവിച്ചാലുണ്ടോ എല്ലാം ഞങ്ങൾക്ക് നെല്ലൂർ ചേർത്ത് നിർത്തുന്നുണ്ട്. ഞങ്ങൾ കോട്ടയം ഇങ്ങനെയൊക്കെ പറയും കാര്യമാരോട് നിന്റേതെല്ലാം എന്റേതും എന്റേതെല്ലാം എന്റേതുമായിരിക്കും. അത് പാടില്ല കേട്ടോ. അത് ഭയങ്കരതല്ല. അതൊരു പ്രിമിറ്റീവായിട്ടുള്ള രീതിയിലാണ്. നിന്റേതെല്ലാം എന്റേതും എന്റേതെല്ലാം എന്റേതുമായിരിക്കുമെന്നല്ല, എല്ലാം നമ്മുടേതാണെന്ന് പറയുന്ന വിധത്തില് അവരും കർത്താവാളെ കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ എത്തിച്ചേരാൻ വേണ്ടി എന്ത് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയുള്ള പാസ എങ്ങനെയായിരിക്കും ബിക്കം മണ്ണെന്ന് പറയുന്നത് വളരെ ലളിതമാണ്. യൂത്താണ് ആ പാഠം പഠിപ്പിക്കുന്നത്. നമ്മുടെ നവോമിയോട് പറയുന്നുണ്ട്, നീ പോകുന്നിടത്ത് ഞാൻ പോരും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിച്ച് അടക്കപ്പെടുന്നത് എന്ത് ചെയ്യും? ഞാൻ മരിച്ച് അടക്കപ്പെടും. മരണത്താലല്ലാതെ എന്തില്ല. അമ്മാവിയമ്മ മരുമകൾ ബന്ധം അത്ര തീവ്രമാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം എത്രയോ ശ്രേഷ്ഠതയുള്ളതാണ്. തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിലൂടെയാണ് നമ്മൾ ഒന്നായിട്ടൊക്കെ തീരുന്നത്. നിങ്ങൾക്ക് അതിനുള്ള ചോദ്യം നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും യൂത്തും നവോമിയും നമ്മുടെ ബന്ധം മരണോട് തീരുന്ന ഒരു യാത്രയാണെങ്കിൽ നമ്മുടെ ഒന്നും ബന്ധം മരണോട് തീരുകയില്ല. ഇതങ്ങ് നിത്യത വരെ എത്തേണ്ട ഒരു കാര്യമാണ്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചത് നമ്മെ നിത്യതയിൽ പിതാവായ ദൈവത്തോട് കൂട്ടിച്ചേർക്കേണ്ട ഒരു നിത്യത നമുക്ക് നൽകി തരേണ്ടതിലുമാകെ ഇതൊരു തീർത്ഥാടനമായിട്ട് കണ്ടുകൊണ്ട് നിത്യതയുടെ പ്രകാശത്തിൽ ജീവിക്കാൻ കഴിയണം. ഇന്ന് രാവിലെ ഞാനൊരു കുടുംബം കലകത്തിന്റെ ചരിത്രം കേൾക്കുകയുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഭാര്യ പറഞ്ഞതുപോലെ അവര് ഭർത്താവ് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി. ഒരു കേറ്ററിംഗിന്റെ ബിസിനസ്സാണ്. ഭർത്താവ് ഷെഫൊന്നുമല്ല, സാഹചര്യം കൊണ്ട് ആ തൊഴിലേക്ക് വരികയായിരുന്നു. ഭാര്യ അപ്പൊ ആത്മീയ അച്ചടക്കം കൊണ്ടല്ല, ആദ്യം തന്നെ അച്ചടക്കം കൊടുത്തു. അച്ചടക്കം കൊടുത്തതല്ല, അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. ഞായറാഴ്ച കേറ്ററിംഗ് എടുത്തിട്ട് വന്ന് സഹായം ഉണ്ടെങ്കിൽ സഹായിക്കാൻ എന്നോട് എന്ത് ചെയ്യില്ല, ആവശ്യപ്പെടരുത്. 10 രൂപ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ ഒരു വലിയൊരു സദ്യ കിട്ടി. അതിന് ഞായറാഴ്ചയായിരുന്നു. രാവിലെ 8 മുതൽ 9:15 വരെ പൊന്നിച്ചു കൂടുമെന്ന് അധ്വാനിച്ചു. 9:15
മൊബൈലിൽ പോലും മുഴുവൻ ഭർത്താവിനെ കുറിച്ചുള്ള ആശങ്കകളും വേദനകളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഭാര്യയില്ലാതെ ഭർത്താവ് തനിച്ച് കുട്ടികളുടെ നടത്തി ഈ കട്ട്ലേറ്റ് എന്ന് പറയുന്ന സാധനം പോലും പിടിച്ചു കുത്തില്ല. അവസാനം കട്ട്ലേറ്റ് ആകപ്പാടെ പാടി പോവുകയും പുള്ളിക്കാരി ഒന്നേകാലം സഹായം കഴിഞ്ഞ് വന്നപ്പോൾ ആകപ്പാടെ വയലിനായിട്ട് ഭർത്താവ് നിൽക്കുക. വയലിൽ നോക്കിയിട്ട് ഭർത്താവ് ആകപ്പാടെ വയലിനെ പറഞ്ഞ് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, അച്ഛൻ്റെ തലയാണെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും കൂടെ തല കർത്താവാണ്. അതുകൊണ്ട് കർത്താവിന് ഹിതമല്ലാത്ത ഒരു ഇടപാടിന് പോയാൽ അതിന് കൂട്ടി നിൽക്കാനായിട്ട് എനിക്ക് ഒക്കെയില്ല. കയ്യിൽ നിന്ന് മൊബൈല് തല്ലി പൊട്ടിച്ചു വീട്ടിൽ അല്പസ്വല്പം നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ പിന്നെ ചോദിച്ചു, നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? അതിനുശേഷം ഞങ്ങൾ അച്ഛായ ഞായറാഴ്ച ഒരൊറ്റ പരിപാടി ഏറ്റെടുത്തിട്ടില്ല. എൻ്റെ കൊല്ലിൽ ഇതുപോലെ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ മാറ്റി നല്ലപ്പോൾ ഞാൻ സൂക്ഷിച്ച പുസ്തകങ്ങളാണ്. എന്തെങ്കിലും വേണ്ടാത്ത കാര്യം വന്നാൽ അച്ഛൻ ഒക്കെയെന്ന് പറയാൻ പറ്റും. ഞങ്ങളുടെ മോള് നല്ല കുഞ്ഞാണ് കേട്ടോ, സ്വന്തം അവളെല്ലാം മിടിക്കുകയാണ്. അവൾ പറഞ്ഞാൽ കേൾക്കണം, ഒരു കുഴപ്പമില്ല, നല്ല കുഞ്ഞാണ്. എന്നാൽ എന്തെങ്കിലുമൊക്കെ പതിനത്തിന് ചേരാത്തതുണ്ടെങ്കിൽ മോനെ അങ്ങനല്ല എന്ന് പറയാൻ പറ്റണം. ഒരാമി പറഞ്ഞു ക്രൈസ്തവോ അങ്ങനെ തിരുത്തപ്പെടുന്നതല്ലയോ ദൈവം ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകുന്നത്? എത്ര പേർക്ക് ഒരാമി പറയാനായിട്ട് പറ്റും? ക്രൈസ്തവോ ഇന്ന് പറയാൻ വളരെ പ്രാഗൽഭ്യത്തോടെ സന്തോഷത്തോടെ പറയാൻ പറ്റും. എന്റെ അപ്പൻ അത്ര കണ്ട് ആത്മീയമായിരുന്നില്ല, അല്പം യാഥാസ്ഥിക എന്താ പറയുക യുക്തിബോധങ്ങളൊക്കെ ജീവിച്ചൊരു മനുഷ്യൻ. പള്ളിയിൽ പോകുന്നതിനെ കണ്ടിട്ടില്ല, കുർബാനകളെ കണ്ടിട്ടില്ല, ഞായറാഴ്ച കണ്ടല്ല, ദുഃഖവെള്ളിയാഴ്ച പോയി നല്ല കള്ളു കിട്ടുമെന്ന് പറയുന്ന നമ്മുടെ പാർട്ടിയാണ് എൻ്റെ അപ്പൻ. പക്ഷേ ഞങ്ങളൊക്കെ 3 പിള്ളേരും ആത്മീയരായിട്ട് വളർന്നത് ചേർത്ത് പിടിച്ച് കൊണ്ടുപോകുന്നത് അങ്ങനെ ആത്മീയരായിട്ടോ. എപ്പോഴും ഓർക്കണം, ആരെയും ഒക്കെ ആത്മീയ നിലപാട് കുടുംബത്തിൽ എടുത്തെങ്കിലേ നമ്മുടെ യാത്ര സഫലമായിട്ട് തീരത്തുള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തന്ന സമയത്ത് മുമ്പ് തീർന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ യാത്രയിൽ ദൈവത്തിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടാവും. IBC ശ്രീകാര്യ സമാധാനം ഇപ്പോൾ എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എല്ലാവരുടെ പേരിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. കർത്താവിനെ കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്തോഷ സുദിനത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ എളിയവനായി എനിക്ക് വലുവനായി ദൈവം എനിക്ക് തന്ന വിലപ്പെട്ട സമ്മർദ്ദത്തിന് ദൈവത്തിന് സർവ്വ മാനമഹത്വം അർപ്പിക്കുന്നു. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ മാർട്ടിൻ, ലിനി, അവരുടെ ഈ കുടുംബത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ശ്രേഷ്ഠന്മാരായിരിക്കുന്ന കർത്തൃദാസന്മാർ, വിശേഷിച്ച് ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷനായിരിക്കുന്ന പ്രിയ പാസ്റ്റർ ചെറിയാൻ ആന്റണി, ഇന്ന് ഈ വിവാഹ ശുശ്രൂഷ അനുസരിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ഷാലൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ വൈസ് പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ കെ സാമുവൽ, എനിക്ക് മുൻപ് ദൈവവചനം ശുശ്രൂഷിച്ച പ്രിയ പാസ്റ്റർ സജിമോൻ വി ചെറിയാൻ, അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നിയുക്തനായിരിക്കുന്ന ഷാലൻ ഫെലോഷിപ്പ് ചർച്ച് തിരുവല്ല സെന്ററിൻ്റെ മിനിസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ടി. അതുപോലെ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായിരിക്കുന്ന കർത്തൃദാസന്മാർ, എം ജോൺ പാസ്റ്റർ ഉൾപ്പെടെയുള്ള ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ, സഹോദരി സഹോദരങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. പ്രിയ മാർട്ടിൻ്റെ പിതാവ് പ്രിയ സൈച്ചാനും ഞങ്ങൾ ഒരുമിച്ച് കോവിഡ് കാലത്തിന് ശേഷം ഒരു ടീം രൂപീകരിച്ച് കേരളത്തിൻ്റെ വ്യത്യസ്ത ഇടങ്ങളിൽ പരസ്യ യോഗങ്ങൾ നടത്തി വരികയാണ്. എന്നോടൊപ്പം അതിൽ പങ്കാളിത്തം വഹിക്കുന്ന ഷാറൺ ഫെലോഷിപ്പ് ചർച്ചിലെ തന്നെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുണ്ട്, വേദിയിലും സദസ്സിലുമുണ്ട്. അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ സഞ്ചാരമുള്ള ബന്ധത്തിൽ വളരെ മാതൃകയോടും വിശ്വസ്തയോടുകൂടെ ദൈവത്തെ ലജ്ജകൂടാതെ ഉയർത്തുന്നതായ പ്രിയപ്പെട്ടവരാണ്. എനിക്ക് മുമ്പേ കർത്തൃദാസന്മാർ ഓർപ്പിച്ചതുപോലെ പ്രിയ മാർട്ടിനും യൗവനക്കാരുടെ ഇടയിൽ വളരെ മാതൃകയുള്ളവനാണ്. ഉന്നതമായ പഠനാനന്തരം UAE കടന്നു പോകുവാനും അവിടെ ആത്മാവിനും സത്യത്തിൻ്റെ ദൈവത്തെ ആരാധിക്കുവാനും കർത്താവ് കൃപ ചെയ്യുന്നു. താൻ നല്ലൊരു മ്യൂസിഷ്യനാണ്, നന്നായിട്ട് പാട്ട് പാടുവാൻ അതുപോലെ വചനം സൂക്ഷിക്കുവാനൊക്കെ തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന താലത്തുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തിൻ്റെ സമയമായപ്പോൾ അതുപോലെ തന്നെ തനിക്ക് തക്ക തുണയായി പ്രിയ മകൻ ലിനിയെ ദൈവം കൂട്ടിയോജിപ്പിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. വിശുദ്ധ തിരുവഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കുന്നവരല്ല. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ മാറാത്തവനാണ്, മറക്കാത്തവനാണ്. നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും ചെയ്യുന്നില്ല, ഒരിക്കലും മുടക്കുന്നില്ല. കർത്താവിൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദൈവം ദയ കാണിക്കുന്നവനാണ്. ദൈവത്തെ ആരും മാനിക്കാൻ തയ്യാറായിട്ടുണ്ടോ അവരുടെ പിൻതലമുറകളെ അനുഗ്രഹിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളാണ്. നിന്നാൽ ഭൂമിയിലെ
സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞത് ക്രിസ്തുയേശുവിലൂടെ ദൈവം നിവർത്തിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതും യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം കൊണ്ടും ഉപദേശം കൊണ്ടും ഉറപ്പിക്കപ്പെട്ടതായ മഹനീയ ശുശ്രൂഷയാണ് വിവാഹം. വിവാഹം എന്ന വാക്കിന് ശബ്ദധാരാവിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം വിശിഷ്ടമായ വചനം, ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത വിശിഷ്ടമായ ചുമടെന്നാണ് ശബ്ദധാരാവിന് വിവാഹത്തിന് കൊടുത്തിരിക്കുന്നതായ അർത്ഥം എന്ന് പറയുന്നത്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നതായ വേളയിൽ പരീക്ഷന്മാർ യേശുക്രിസ്തുവിന്റെ അരികിൽ കടന്നു വന്ന് ചോദിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങളിൽ യേശുവിനോട് ചോദിക്കുന്നത്, ഏത് കാരണം ചൊല്ലിയും സ്ത്രീയെ ഉപേക്ഷിക്കുന്നത് പുരുഷന്റെ വിഹിതമാണോ? യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ ചോദ്യം ചോദിച്ചത്. യഹൂദന്മാരുടെ ആ കാലഘട്ടത്തിൽ 2 നിലയിലുള്ളതായ പഠിപ്പീകൾ ഉണ്ടായിരുന്നു. ഹില്ലേൽ എന്ന് പറയുന്നതായ പറയുന്നത് ഏത് കാരണം ചൊല്ലി ഉപേക്ഷിക്കാവുന്നതാണ്. ഷമ്മായി എന്ന് പറയുന്ന റബിയുടെ നേതൃത്വത്തിലുള്ളതായ പഠിപ്പിക്കലുകൾ യാതൊരു കാരണവും പറഞ്ഞ് ഉപേക്ഷിക്കാൻ പാടില്ല, പരസ്പര നിമിത്തമല്ലാതെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുന്നത് കൊണ്ട് ചോദിക്കുന്ന ആ ചോദ്യത്തിന്റെ മുൻപിൽ കർത്താവ് കൊടുത്ത മറുപടി സൃഷ്ടിപ്പിലേക്ക് മടങ്ങിപ്പോയിട്ട് പറയുകയാണ്, സൃഷ്ടിച്ചവൻ അവരെ ആദിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. എന്താണ് വിവാഹം എന്ന് പറയുന്നത്? പിതാവായ ദൈവം സ്ഥാപിച്ചതാണ്. പിതാവായ ദൈവത്തോടു കൂടെ ചേർന്ന സ്ത്രീയും പുരുഷനും സന്തോഷകരമായി സമാധാനപരമായി ജീവിക്കുന്നതാണ് വിവാഹം എന്ന് പറയുന്നത്. ഒന്നായിരുന്നതിനെ രണ്ടാക്കിയിട്ട് വീണ്ടും അതിനെ ഒന്നാക്കുന്ന മഹനീയമായ ശുശ്രൂഷയാണ് വിവാഹം എന്ന് പറയുന്നത്. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായ പ്രിയ മാർട്ടിനും പ്രിയ എനിക്കും ഇതിൽ നിന്ന് ഒരിക്കലും പിന്മാറുവാൻ കഴിയുകയില്ല. ഇവിടെ അല്പസമയം കഴിയുമ്പോൾ പ്രിയ കർത്തദാസൻ ഉഭയസമ്മത വാചകം ചൊല്ലിക്കൊടുക്കുന്ന കൂട്ടത്തിൽ ആരോഗ്യം ക്ഷയിക്കുന്നതുവരെ, ബലം കുറയുന്നതുവരെ, ജോലി പോകുന്നതുവരെ എന്നല്ല പറയാൻ പോകുന്നത്. ഇന്നു മുതൽ മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ എന്ന പദമാണ് പറയുന്നത്. ഒരു ഭക്തൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ ഒരേ ഒരു വാതിലേ ഉള്ളൂ. എല്ലാവരും കൂടെ ആനയിച്ച് വിവാഹവേദിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ 4 പേര് കൂടി ചുമന്ന് മരിച്ചനന്തരം പുറത്തേക്ക് കൊണ്ടുപോകുന്നതല്ലാതെ മരണത്താലല്ലാതെ ഒരിക്കലും ഓർമ്മിക്കുവാൻ കഴിയാത്തതായ ബന്ധമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കുവാൻ കടന്നു വന്ന ഭക്തനായിരുന്നു വില്യം കേരി. അദ്ദേഹത്തെ പോലെ സമർപ്പണം തന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ കടന്നു വന്ന് സുവിശേഷം അറിയിക്കുന്ന പ്രാരംഭ നാളുകൾ ഉച്ചനീതിത്വങ്ങളുണ്ട്. തന്റെ കുഞ്ഞ് മരിച്ചു. സ്വന്തം കുഞ്ഞിനെ തോളിൽ ചുമന്നെടുത്തു കൊണ്ടുപോയി കുഴിവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ ഭാര്യ മാനസിക രോഗിയായി ഇടറി. ആ ഭാര്യ തനിക്കൊരു ബാധ്യതയായി മാറി. 40 ഭാഷയിൽ ബൈബിൾ പ്രവർത്തനം ചെയ്യുന്ന ആ കർത്തദാസനോട് പലരും ഉപദേശിച്ചു. വിദൂരതയിലുള്ളതായ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തന്റെ ഭാര്യയെ അവിടെ നിനക്കൊരു ബാധ്യതയാണ്. അദ്ദേഹം മനസ്സോടെ വിദൂരതയിലുള്ള മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ ഡയറക്ടറുമായിട്ട് സംസാരിച്ച് ഭാര്യയെ അവിടെ ആക്കിയിട്ട് പുറകോട്ട് നടക്കുമ്പോൾ അന്തരാത്മാവിലൊരു ചോദ്യം, ഇംഗ്ലണ്ടിലെ കത്തീഡ്രലിനകത്ത് വെച്ച് നിന്റെ വിവാഹ ദിവസം നീ എടുത്തൊരു തീരുമാനമുണ്ട്, മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ. അദ്ദേഹം മടങ്ങിപ്പോയി ആ ഡയറക്ടറോട് പറഞ്ഞു, രോഗിയാകുമ്പോൾ ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ തീരുമാനിച്ചത്. ഇംഗ്ലണ്ടിലെ കത്തീഡ്രലിൽ വെച്ച് ഞാനൊരു വാക്കവളോട് ദൈവസഭയിൽ ചെയ്തിട്ടുണ്ട്, മരണം നമ്മെ തമ്മിൽ വേർതിരിക്കുന്നത് വരെ. അദ്ദേഹം മടങ്ങി ചെന്ന് മാനസിക രോഗിയായ തന്റെ ഭാര്യയുമായിട്ട് മിഷൻ ഫീൽഡിലേക്ക് കടന്നുപോയി. രാത്രിയിൽ അസമയത്തുള്ള ആ സഹോദരിയുടെ അട്ടഹാസമാണ് പലപ്പോഴും ക്ഷീണാവസ്ഥയിലായിരിക്കുന്നത് തന്നെ ഉണർത്തി ബൈബിൾ വിവർത്തനത്തിന് വളരെ തീഷ്ണതയോടുകൂടെ പങ്കാളിത്തം വഹിക്കാനിടയായത് എന്ന് അദ്ദേഹം പറയാറുണ്ട്. ഇന്ന് ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിച്ചവരെ കേൾക്കുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ പ്രവേശിക്കുവാൻ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം. ഒരിക്കൽ ഒരു സഹോദരനോ സഹോദരിയോ കരം കൊടുത്ത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ
മരണത്താൽ അല്ലാതെ വേർപിരിയുവാൻ പാടില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായി ഓർപ്പിക്കുകയാണ്. മലാക്കി പ്രവചനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ യേശു പഴിനിരത്തിൽ യഹോവയായ ദൈവം വരികയാണ്. പറയുന്ന ഭാവം ഇങ്ങനെയാണ്: സ്ത്രീയുടെ കണ്ണുനീർ, ഭാര്യയുടെ കണ്ണുനീർ, അവിടെ കിടക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ വഴിപാടുകൾ ഞാൻ കടാക്ഷിക്കുകയില്ല. അവൾ നിന്റെ ധർമ്മഭക്തിയും കൂട്ടായ്മയാണ്. ദേശം പോലെ സുബോധം ശിക്ഷിച്ചിരിക്കുന്നതായ ഒരു മനുഷ്യനും ഒരിക്കലും ഇങ്ങനെ ചെയ്യുകയില്ല. എന്താണ് ചെയ്യുന്നത്? യഹോവയായ ദൈവം പറയുന്നു, നിന്റെ യൗവനത്തിലെ ഭാര്യയോട് നീ അവിശ്വസ്തനായിരിക്കരുത് എന്ന് പറഞ്ഞു കൊണ്ടിട്ട് പറയുകയാണ്, അങ്ങനെ ചെയ്യുന്നവൻ അതിക്രമം ചെയ്യുകയാണ്, തന്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുകയാണ് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും കാരണത്താൽ വിവാഹം മനസ്സുകൊണ്ട് ഒരു വീട്ടിൽ താമസിക്കുന്നെങ്കിലും, ഒരുമിച്ച് പാർക്കുന്നെങ്കിലും, ഒരുമിച്ച് വസിക്കാൻ കഴിയാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ സൃഷ്ടിതാവും പരിപാലകനുമായ ദൈവത്തിന്റെ മുൻപിൽ മുഴങ്കാൽ മടക്കിയാൽ ഏത് തകർന്നതിനെയും പണിയുന്ന നല്ല കുശവൻ അവിടെ മാത്രമല്ല ഇവിടെയും കടന്നു വന്നിട്ടുണ്ട്. എത്രപേർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് കഴിയും. ഭാര്യ കുടുംബജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട്, ഭർത്താവ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ട്. കമ്പിവാചകം പോലെ ഞാൻ വേഗത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് പരിസമാപ്തി കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. എന്താണ് ഭാര്യയിൽ നിന്ന് ഭർത്താവ് പ്രതീക്ഷിക്കുന്നത്? ഭർത്താവിൽ നിന്ന് ഭാര്യ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരിൽ നിന്ന് ഒന്നാമതായി പ്രതീക്ഷിക്കുന്നത് കെയറിംഗാണ്. വാക്കുകൊണ്ട്, സ്നേഹബദ്ധമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട്, സ്പർശനം കൊണ്ട് തൻ്റെ ഭർത്താവ് തന്നെ കെയർ ചെയ്യണം എന്നാണ് ഭാര്യ പ്രതീക്ഷിക്കുന്നത്. ബൈബിളിൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ടായിരുന്നു. മക്കളില്ലാതിരുന്നതായ ഹന്നയുടെ ഭർത്താവായ എൽക്കാനാൻ കരുതിയിരിക്കുന്നത് എന്നോട് പറയുക, ഞാൻ നിനക്ക് 10 മക്കളെക്കാൾ ഉത്തമനല്ലയോ എന്ന് ചോദിക്കുന്നത്. അത്രമാത്രം ആശ്വസിപ്പിക്കുന്ന ഒരു ഭർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തൻ്റെ ഭർത്താവ് തന്നെ മനസ്സിലാക്കണം. മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും തന്നെ മനസ്സിലാക്കണമെന്ന് എല്ലാ ഭാര്യമാരും പ്രതീക്ഷിക്കുക. മറ്റൊന്നെന്ന് പറയുന്നത് ആദരവാണ്, റെസ്പെക്റ്റാണ്. എന്ന് പറഞ്ഞാൽ തനിയെ കൊണ്ട് നടക്കണമെന്നും ഒന്നുമല്ല. ഭാര്യയായിരിക്കുന്നതിനെയും വേണ്ടവണ്ണം കരുതാനും വേണ്ട റെസ്പെക്റ്റ് കൊടുക്കാനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുമിച്ച് കൂടി ആലോചിച്ച് തീരുമാനമെടുത്ത് ഭാര്യയുടെ വാക്കുകൾ കൂടെ പ്രാധാന്യം കൊടുക്കുവാനിടയാകണം. എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരും പ്രതീക്ഷിക്കുന്ന കാര്യം എന്താണ്? ഒന്നാമത് വിശ്വാസമാണ്. യാതൊരു വിധമായിട്ടുള്ള വിശ്വാസ വഞ്ചനയും ഒരു ഭർത്താക്കന്മാരും ഇഷ്ടപ്പെടുന്ന കാര്യമില്ല, അതവരുത്തിയതില്ല, ക്ഷമിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അംഗീകാരമാണ്. നമ്മൾ ഓർക്കണം, ഈ മാർട്ടിൽ നിന്ന് കൈ കൊടുത്തു കഴിയുമ്പോൾ ഈ മാർട്ടിനെ എല്ലാ കാര്യത്തിലും എന്ത് ചെയ്യണം? അംഗീകരിക്കുവാനായിട്ട് തയ്യാറാകണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആരെല്ലാം അഭിനന്ദിച്ചാലും ഭർത്താവിനെ ഭാര്യ അഭിനന്ദിക്കുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ വന്ന മോളോട് പറയുന്നതായ വേളയിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യണം? അഭിനന്ദിക്കുവാനായിട്ട് തയ്യാറാണ്. മുഷിപ്പിക്കുന്നതായ വാക്കുകൾ ഒരിക്കലും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്ത് ചെയ്തത് പാടില്ല. നിങ്ങൾ ഇതിനെ കരം കൊടുത്തു കഴിയുമ്പോൾ എത്ര തിരക്കാണെങ്കിലും നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ കരങ്ങൾ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ വൻമഴ പോലെ ചൊരിയുന്ന പ്രശ്നങ്ങൾ കടന്നാലും സ്വർഗത്തിൽ നിങ്ങളെ പരിഹരിക്കുവാനായിട്ട് ഇടയായിത്തീരും. നിങ്ങളുടെ ജീവിതത്തിൽ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പരസ്പരം നിങ്ങൾ വേർപെട്ടുകൊണ്ട് ഇരിക്കരുത്. 2, കിടക്ക ഒരിക്കലും നിങ്ങൾക്ക് പാടില്ല. 2 പോയി നിങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിൽ പാർക്കുമ്പോൾ കിടക്കാനായിട്ട് പാടില്ല. 2 പേഴ്സ് പാടില്ല. ഇന്ന് മുതൽ മോനത്തിലുള്ള വരുമാനം ഉണ്ടെന്ന് തിരിച്ചു തിരിയണം, പറയണം. നിങ്ങൾ എത്ര വരുമാനമുണ്ട്, അതെങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത്. ഈ അടുത്ത സമയത്ത് 15 വർഷം കുടുംബജീവിതം നയിച്ച ഒരു ദൈവദാസൻ എന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിന് 2 മക്കളുണ്ട്. ഭാര്യ ഒരു ദിവസം വിവാഹത്തിന് എനിക്ക് ചുരിദാർ മേടിച്ചതാണെന്ന് പറഞ്ഞു. ചുരിദാർ എല്ലാ കല്യാണത്തിനും ചുരിദാർ മേടിച്ചു കൊടുക്കണം. പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞ എനിക്ക് പൈസയില്ല, ചുരിദാർ മേടിച്ചിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ പോകാൻ പറഞ്ഞ് കാറ് വിളിച്ച് മക്കളുമായിട്ട് വീട്ടിലെന്ത് ചെയ്തു പോയി. വരുമാനം മനസ്സിലാക്കി ചെലവഴിക്കുവാനായിട്ട് എന്ത് ചെയ്യണം? കാണിക്കണം. നിങ്ങൾ 2 പേരും കൂടെ ആലോചിച്ച് വേണം ധനമൊക്കെ എന്ത് ചെയ്യുവാനായിട്ട്, ചെലവഴിക്കുവാനായിട്ട്. മാത്രമല്ല, ഈ ഞാനും നീയും എന്ന പദം ഒരിക്കലും ഇനി പറയാൻ പാടില്ല. എൻ്റെ പപ്പ, എൻ്റെ മമ്മി എന്നൊന്നും എന്ത് ചെയ്യരുത്. ആദ്യം പറയരുത്, മോളും പറയരുത്. ഇന്ന് മുതൽ നിങ്ങൾക്ക് 2 പപ്പാമാർ
രണ്ട് മമ്മിമാരാണ്. അപ്പോൾ ഞാനെന്ന് പദം ഒരിക്കലും എന്ത് ചെയ്ത് പറയുന്നത് മാറ്റി പറയുന്നത് നിന്റെ ഈ സ്ത്രീകളോട് സഹോദരിമാരോട് അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവർ ക്ഷമിക്കും. പക്ഷെ അവരുടെ വീട്ടുകാരെ പറഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്തില്ല, ക്ഷമിക്കുന്നില്ല. അവർ വളരെ സൂക്ഷിക്കണം. ഞാനെന്ന പദം പാടില്ല, നീ എന്ന പദം പാടില്ല. നിങ്ങൾ രണ്ടുപേരും ഇന്ന് മുതൽ പറയേണ്ട പദം നമ്മളെന്ന പദം എന്ത് ചെയ്യണം പറയുവാനായിട്ട്. ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം, ലാൻഡ് ചെയ്യുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കണം. ഇന്ന് നിങ്ങൾ ഫ്ലൈറ്റിൽ കയറുന്നത് പോലെയാണ്. അത് 2-3 മാസം എങ്ങനെയാണ്, എങ്ങനെ ഇടപെടുന്നുണ്ട്, രാവിലെ ഉണരുന്നുണ്ടോ, വർത്തമാനം പറയുന്നുണ്ടോ, എങ്ങനെ മാറ്റങ്ങളോട് ഇടപെടുന്നു, തിരിച്ചു വന്നുകൊണ്ട് എന്ത് ചെയ്യും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കണം. മമ്മിയും പപ്പായും ഒക്കെ എന്ത് ചെയ്യണം വിളിക്കണം. ഇപ്പോഴത്തെ പിള്ളേർക്ക് ചിലതൊന്നും വിളിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഈ മാറ്റിപ്പോൾ അവൻ ജോലിയിൽ ശമ്പളം കിട്ടാതെ വന്നാൽ അച്ഛൻ ഭാരത്തുണ്ടാകും, പപ്പായ്ക്ക് ഞാൻ ഈ മാസം എന്ത് ചെയ്യാം അയച്ചു കൊടുക്കുക. ഏത് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും അവളുടെ അമ്മ പറയുന്നത് പോലെ മാത്രമേ കേൾക്കത്തുള്ളൂ എന്ന് ഏതെങ്കിലും പുരുഷൻ സ്ത്രീയെക്കുറിച്ച് ചിന്തിച്ചാൽ അവിടെ താളത്തുകൾ എന്ത് ചെയ്യണം ഉണ്ടാകണം. നിങ്ങളുടെ രണ്ടിൻ്റെ ഇടയിൽ മൂന്നാമനായ ദൈവം മാത്രമേ കാണാവൂ. ഈ അവസരത്ത് ഒരു വാക്കിലൂടെ നിർത്താൻ പോവാണ്. കല്യാണം കഴിച്ചിട്ട് മോളെ വീട്ടിലൂടെ കൊണ്ടുപോയി ആ വീട്ടിൽ എല്ലാവർക്കും കത്തിനകത്താണ് കൊടുക്കുന്നത്. എന്നോട് സങ്കടപ്പെട്ട് പറയുന്നത് നമ്മൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ കത്തുണ്ട്, എനിക്ക് മാത്രം അവിടെ വഴിപോക്കനായിട്ട് വരുന്നവർ കൊടുക്കുന്ന ക്ലാസ്സിലാണ് എന്ത് ചെയ്യുന്നത് തരുന്നത്. അപ്പം അങ്ങനെയുള്ള വേദനത്തെ കാണിക്കുന്ന കുടുംബങ്ങൾ ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് സഹിച്ചാൽ വീട്ടിലൊരു മോളെ കൊണ്ട് എന്ത് ചെയ്യാൻ പോവാം വീട്ടിൽ അല്ലേ. അപ്പോൾ ലിഡിയ അടിമാലിലേക്ക് പോയി, പകരം ലിഡിയ ദൈവം എന്ത് ചെയ്യാൻ പോവാം കൊണ്ടുവരിക. ഇന്ന് മുതൽ എനിക്ക് മരുമകളെന്ന പദം ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല. ഞങ്ങളുടെ മോളാണെന്ന് പറയണം. ഞങ്ങൾക്കൊരു മോളെ കൂടെ വേണ്ടിയത് മരുമകളെന്ന് പദം പറയരുത്. ഞങ്ങൾക്കൊരു മകനെ കൂടെ വേണ്ടിയിരിക്കുകയാണ് തന്നിരിക്കുകയാണ്. നിങ്ങൾ നന്മയുണ്ടാകാനും ദീർഘായുസ്സോടിരിക്കുവാനും എൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. നിങ്ങളുടെ മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യണം, ബഹുമാനിക്കണം, ആദരിക്കണം. ഇവിടെ ഒരു മണവാളനുണ്ട്, ഇവിടെ ഒരു മണവാട്ടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, താമസവന വാനമേഘത്തിൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന മണവാളൻ കണ്ടുവരുവാൻ കൂടിയാണ്. ഇവിടെ മാറ്റനഗര മണവാളൻ നിൽക്കുന്നത് പോലെ മേഘത്തിൽ നമ്മൾ പ്രത്യാശ പുരുഷനായി യേശു ക്രിസ്തു കടന്നു വരുവാൻ കൂടിയാണ്. ഇതുവരെയും യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി പദത്തിലേക്ക് വരാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കേണ്ട പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ അവരെ കർത്താവിന് വേണ്ടി തുടരുക. ഏതെങ്കിലും പ്രിയപ്പെട്ടവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കാണപ്പെടുക നേരിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡൈവോഴ്സിന് വേണ്ടി കോടതി തേടി പോകാതെ നിങ്ങളെ കൂട്ടിച്ചേർത്ത ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചാൽ ഏത് തലമുറയിലെയും ദൈവം ഒരു നിമിഷം നമ്മുടെ തലമുറ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു നിമിഷം സമർപ്പിച്ചു. കർത്താവേ, എൻ്റെ ലൈഫിൽ ഞാൻ ദൈവത്തിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവെ, വചനം കേട്ടവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സംരക്ഷണത്തിന് എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എല്ലാവരുടെയും ചൊല്ലിയാതെ പ്രാർത്ഥനകളുടെ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. എൻ്റെ ഞാൻ പ്രധാനം ചെയ്യുന്ന ക്ഷേമം പ്രവേശിച്ച് ഒരു കാശ്മീർ സംഘടനയെ വിശേഷിച്ച് സഹിച്ചാലുള്ള പങ്കാളിത്ത വഹിക്കുന്ന ശാലയും ഗോസ്ബൽ ടീമിൻ്റെ എല്ലാവിധമായിട്ടുള്ളതായ ആശംസകളും അനുമോദനങ്ങളും ഈ നവകുടുംബത്തിന് ഞാൻ നേരിടും. കാലവയ്ക്കുന്ന ഇടങ്ങളിൽ കൈകളുടെ പ്രവൃത്തികളെല്ലാം സർവേശ്വരൻ സാധിപ്പിക്കട്ടെ. ഈ അവസരം കർത്തുദാസനാണ് പ്രിയപ്പെടുന്ന നന്ദി.